السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നല്ലൊരു കാര്യമാണ് നമ്മുടെ ഈ പ്രവാസി ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ പഴയകാല പ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഓരോ ദിവസങ്ങളിലെയും സമയങ്ങൾ വെറുതെ പലപ്പോഴും നമ്മൾ ചിലവഴിക്കാറുണ്ട്. ആവശ്യമില്ലാത്ത വീഡിയോസ്, ആവശ്യമില്ലാത്ത ചർച്ചകൾ, നമ്മൾ വേറെടോ നടക്കുന്ന ഒരാവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുകയും അല്ലെങ്കിൽ നമ്മളത് കേൾക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ അതിനു വേണ്ടിയൊക്കെ നമ്മുടെ സമയവും നമ്മുടെ ചിന്തകളൊക്കെ ചിലവഴിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം ശരീരത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ കുട്ടികളിലും നമ്മുടെ തലമുറയിലും വരാൻ പോകുന്ന തലമുറയിലും മാറ്റം വരുത്താൻ പറ്റുന്ന രൂപത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഡയബറ്റിസ് ദിനത്തിൽ ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചതിൽ, അതിനുവേണ്ടി ഒരുങ്ങിയതിൽ ഈ സംഘാടകർക്കും ഈ ഗ്രൂപ്പിലെ എല്ലാവർക്കും ആദ്യമായി അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വളരെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വാട്സപ്പിൽ വോയിസ് ഇട്ട് പ്രസംഗിക്കുക എന്നുള്ളത് കുറച്ച് നേരത്തെയൊക്കെ കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ടാകുന്നില്ല. എന്നാലും നമ്മൾ പഴയകാല പരിപാടികൾ തന്നെ തുടരുക എന്ന് പറയുമ്പോൾ അതിന് വേറെ രസമുണ്ടല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഡയബറ്റീസ് എന്താണ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ആമുഖം എന്ന നിലയ്ക്ക് പറയാണ്, രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുമ്പോഴാണ് നമ്മൾ ഡയബറ്റീസ് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്ത് അതിൻ്റെ ലെവലിൽ കൺട്രോൾ ചെയ്യാൻ ശരീരത്തിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. പാങ്ക്രിയാസും ഇൻസുലിനൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ആ കൺട്രോൾ തെറ്റുമ്പോൾ പിന്നെ ഗ്ലൂക്കോസ് കൂടുമ്പോഴാണ് ഷുഗർ എന്ന് നമ്മൾ വിളിക്കുന്നത്. രണ്ട് ടൈപ്പുണ്ട്, ടൈപ്പ് 1, ടൈപ്പ് 2. അതിലൊക്കെ ഒന്നും ഇപ്പോൾ കൂടുതൽ ചർച്ച പോകേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ വളരെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ, നിങ്ങൾക്കത് ഉപകരിക്കുന്ന ഭാഷയിൽ മാത്രം ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെയും അതുപോലെ നമ്മുടെ എക്സസൈസിൻ്റെ കുറവിൻ്റെയും നമ്മുടെ മാനസിക പിരിമുറുക്കത്തിൻ്റെയും നമ്മുടെ തെറ്റായ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ടാണ് ഷുഗർ കൂടുന്നത്. ഇതെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടില്ല ഒരു പ്രാക്ടിക്കലി എങ്ങനെയൊക്കെ നമുക്ക് ആ ഷുഗർ കൺട്രോൾ ചെയ്യാനും വരാതിരിക്കാനും വരും തലമുറയിൽ അവരെ പരിശീലിപ്പിക്കാനും എങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ചയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, രക്തത്തിലെ അളവ്, ഷുഗറിൻ്റെ അളവ്, ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുമ്പോഴാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് ഏകദേശം ഒരു കണക്ക് പ്രകാരം 53 കോടി ആൾക്കാർ ഷുഗർ പേഷ്യൻസാണ്. ചെറിയ അളവല്ല, ഏകദേശം 10%-ലധികം പേര് എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മുടെ ഡയബറ്റീസിൻ്റെ നല്ലോണമുള്ള രാജ്യമാണ് ഇന്ത്യ. അതേസമയത്ത് കേരളം ഡയബറ്റീസിൻ്റെ ക്യാപിറ്റലാണ്, തലസ്ഥാനമാണെന്ന് പറയുന്നത്. കുറേ കാരണങ്ങളുണ്ട്. പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതിയൊക്കെ അതിൽപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് ഷുഗറിനെ കുറിച്ച് ആമുഖമായി നാം അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ഷുഗറിൻ്റെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഷുഗർ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയപ്പെടുന്ന ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ട് ഡിസീസ്, കിഡ്നി ഡിസീസ്, ക്യാൻസർ, തൈറോയിഡ്, ഒബീസിറ്റി, ഹാർട്ട് രോഗങ്ങൾ, ഇങ്ങനത്തെ ഒരുപാട് രോഗങ്ങളുണ്ട്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും. പകരില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കൊണ്ട്, ക്രമക്കേടുകൾ കൊണ്ട് വരുന്ന രോഗങ്ങളാണ്. അത് മറ്റൊരാൾക്ക് പകരില്ല, നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുന്നത്, മാറില്ല. അങ്ങനത്തെ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസിക് സാധനമാണ് ഷുഗർ. ഈ ഷുഗർ വന്നു കഴിഞ്ഞാൽ മറ്റു പല ലൈഫ് സ്റ്റൈൽ ഡിസീസും വരാൻ സാധ്യത കൂടുതലാണ്. ഷുഗർ എല്ലാത്തിൻ്റെ ഒരു തുടക്കമാണ്, ഷുഗർ എല്ലാത്തിൻ്റെ ഒരു സിഗ്നൽ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷുഗറിനെ കുറിച്ച് നല്ല പഠിച്ച് മാനേജ് ചെയ്യാൻ സാധിച്ചാൽ ബാക്കി എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയും നമുക്ക് തടയാൻ സാധിക്കുമെന്നതുകൂടി നാം മനസ്സിലാക്കുക. അപ്പോൾ ഷുഗർ അഥവാ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കാൻ കാരണം എന്താണ്,
ആ കാരണങ്ങൾ മനസ്സിലാക്കി, ആ സംഭവം മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് നാം പ്രതികരിക്കുമ്പോൾ എങ്ങനെ അസുഖം തടയാൻ സാധിക്കും, ഉണ്ടെങ്കിൽ എങ്ങനെ അത് മാറ്റാൻ, അത് സുഖപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പച്ച മലയാളത്തിൽ, അതായത് കൂടുതൽ സയൻറ്റിഫിക് അല്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഷുഗർ ഉണ്ടാവാനുള്ള കാരണങ്ങളും ആ കാരണങ്ങൾ എങ്ങനെ നമുക്ക് മാറ്റാം, സബബ് എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാം, അങ്ങനെ നമുക്ക് ഹെൽത്തിയായി എങ്ങനെ ജീവിക്കാം, ഇതിൻ്റെ എല്ലാം കൂടി ഒരു 4 കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 4 കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ 4 കാര്യങ്ങൾ തന്നെയാണ് ഈ ഷുഗറിൻ്റെ കാരണം. 4 കാര്യങ്ങൾ തന്നെയാണ് ഷുഗറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുക. ആ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം പ്രതിരോധിക്കാനും വളരെ ഹെൽത്തിയായി ജീവിക്കാനും സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? അപ്പോൾ ഈ 4 കാര്യങ്ങൾ തന്നെയാണ് ഷുഗറിൻ്റെ കാരണവും. അപ്പോൾ എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ പറയാം. ഒന്നാമത്തെ കാര്യം ഈ ക്രമം തെറ്റിയ ഭക്ഷണം തന്നെയാണ്. ഈ ക്രമം തെറ്റിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ 2 രൂപത്തിലാണ്. ഒന്ന്, നമുക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു. രണ്ടാമത്തത്, നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ന്യൂട്രീഷ്യൻസ്, അതായത് എന്തൊക്കെ എന്തൊക്കെ ഘടകങ്ങളാണോ അടങ്ങിയിരിക്കേണ്ടത്, എന്തൊക്കെ ന്യൂട്രിയൻസ് ആണോ വേണ്ടത്, അത് അറിയാത്തത് കൊണ്ട് നമ്മളിങ്ങനെ കുറേ ചോറ് കഴിക്കുന്നു, കുറേ പൂള കഴിക്കുന്നു, കുറേ ഉരുളക്കിഴങ്ങ് കഴിക്കുന്നു, അങ്ങനെ ചിലപ്പോൾ കാർബ് കൂടുതലായി. ഇതൊക്കെ ഷുഗർ കൂട്ടുന്ന. അപ്പോൾ നമ്മുടെ ശരീരത്തിന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഭക്ഷണമല്ല നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ക്രമം തെറ്റിയ ഭക്ഷണം എന്ന് പറയുന്നത് 2 രൂപമാണ്. ഒന്ന്, ശരീരത്തിന് ആവശ്യമായ ഘടകങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ വരുന്നില്ല. രണ്ടാമത്തേത്, ഭക്ഷണത്തിൻ്റെ അളവ് കൂടുതലാണ്. മൂന്നാമതായി പറയുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ സമയവും മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാൻ സാധിക്കും? ഞാനത് ഒറ്റയ്ക്ക് പറഞ്ഞു പോവാണ്. അപ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, ഡയബറ്റീസിൻ്റെ, ഷുഗറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ക്രമം തെറ്റിയ ഭക്ഷണമാണ്. ആ ക്രമം തെറ്റൽ ഈ 3 രൂപത്തിലുണ്ട്. ആ 3 രൂപത്തിലും ആ ക്രമം തെറ്റൽ എങ്ങനെ ക്രമത്തിൽ കൊണ്ടുവരാം അതും കൂടി പറഞ്ഞ് അടുത്ത കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായി ഞാൻ പറഞ്ഞു, ഭക്ഷണം അളവ് കൂടുതലാണ്. അപ്പോൾ അളവ് എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും? അളവ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പ്രകാരം 3-1 കഴിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് വയറിൻ്റെ. പക്ഷെ എല്ലാവർക്കും അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. കുലു അഷ്റബു വലാ തുസ്രിഫു എന്നൊക്കെ ഖുർആനിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും ഹസൻ ബസ്രി റളിയല്ലാഹു പറഞ്ഞതൊക്കെ ഉണ്ട്. അതൊന്നും പറയുന്നില്ല, നേരെ പോകും. അപ്പോൾ ഭക്ഷണം മിതമായി കുറച്ച് കഴിക്കുക എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ട്രെയിനിലും ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയൊരു ഭക്ഷണമുണ്ട്. അതുകൊണ്ട് വയറ് നിറയൊന്നുമില്ല, പക്ഷേ നമുക്കത് മതി ശരിക്കും ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു കൺട്രോൾ, ഇച്ഛകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ വെൽനെസ്സിലേക്ക്, അല്ലെങ്കിൽ ഹെൽത്ത് ലൈഫ് സ്റ്റൈലിലേക്ക്, അല്ലെങ്കിൽ രോഗമില്ലാതെ ജീവിക്കുന്ന രോഗത്തെ തടയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയും ആ ഒരു ശാരീരിക ഹെൽത്തി ഫിറ്റൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് മൈൻഡ് സെറ്റ് സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ഈ ചോറ് ഇത്ര മതി, അല്ല ഈ ചോറ് വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അത് നടപ്പിലാക്കാനുള്ള ആ ഒരു മനഃശക്തി ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നാമതായി ഞാൻ പറഞ്ഞത് ഭക്ഷണക്രമം ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിലൊന്നാമത് മിതമായി ഭക്ഷണം കഴിക്കുക, അളവ് കൂടാതിരിക്കുക. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും ഡിന്നറാണെങ്കിലും മിതമായ അളവിൽ കഴിക്കുക. അപ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ ശരിയല്ല. അത് ഹെൽത്തി പരമായിട്ടും അല്ലെ ഹദീസ് പ്രകാരം നോക്കിയാണെങ്കിൽ ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് കഴിച്ചിട്ട് ഇനിയും വേണമെന്ന് തോന്നുമ്പോൾ നിർത്തുക. പിന്നെ ഉച്ചക്കൊക്കെ അത്യാവശ്യം കഴിച്ചിട്ട് രാത്രി ഭക്ഷണം കുറച്ചാലും ചെയ്യുക. രണ്ടാമത് പറഞ്ഞ കാര്യം, മിതമായ ഭക്ഷണം കഴിക്കുന്നത് ഓരോരുത്തരും അതൊന്നുകൂടി ശാസ്ത്രീയം പറഞ്ഞാൽ കലോറി നോക്കണം. അപ്പോൾ കലോറി നോക്കുമ്പോൾ 1600-ൻ്റെയും 2000-ൻ്റെയും ഇടയിലുള്ള കലോറിയാണ് നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. അധ്വാനിക്കുന്നവർക്ക് വളരെ കുറവാണ്. അധ്വാനിക്കുക എന്ന് പറഞ്ഞാൽ പോയിട്ട് കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് 8 മണിക്കൂറോളം കൊത്തുകയും മാന്തുകയും സിമെൻ്റ് ഇടുകയും ചട്ടി വെക്കുകയും കല്ല് വെക്കുകയും ചെയ്യുന്ന അങ്ങനത്തെ വലിയ അധ്വാനം, അവർക്കൊക്കെ കുറച്ച് കൂടുതൽ കാർബും
കലോറിക്ക് ആവശ്യമാണ്, അവരെക്കുറിച്ചല്ല പറയുന്നത്. സാധാരണ നമ്മൾ പോലുള്ള ഒഫീഷ്യലോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ പണി മാത്രമുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കുറഞ്ഞ കലോറി മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ഡീപ്പായിട്ട് പോകണമെങ്കിൽ കലോറി അളന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പഠിക്കണം. അതിപ്പോൾ പറഞ്ഞാൽ എവിടെ എത്തില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ഗൂഗിളിൽ പഠിക്കാം, ChatGPT പഠിക്കാം, മെറ്റയിൽ പഠിക്കാം, അല്ലെങ്കിൽ ബുക്സ് ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും പഠിക്കുക. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഞാൻ പറഞ്ഞത് മിതമായി ഭക്ഷണം കഴിക്കുക. രണ്ടാമത്തേത് ഭക്ഷണത്തിൽ ആവശ്യമായ ഘടകങ്ങളൊക്കെ അടങ്ങിയിരിക്കുക. ഭക്ഷണത്തിൽ ഒരുപാട് പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റ് അതുപോലെ മിനറൽസ്, വിറ്റാമിൻസ്, ഫൈബേഴ്സ് ഒക്കെ അടങ്ങണം. വാട്ടർ അടക്കമുള്ള 7 കണ്ടൻറ്റുകളാണ് ഭക്ഷണത്തിൽ സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് എല്ലാം ഉറപ്പ് വരുത്തുക. പ്രത്യേകിച്ച് നമ്മളെപ്പോലത്തെ പുതിയ ലൈഫ് സ്റ്റൈല്, പുതിയ ശരീരം അനങ്ങാത്തൊരു ജീവിതമാണ് നമ്മളെല്ലാവരും നയിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കാർബിൻ്റെ അളവ് വളരെ കുറക്കുക എന്നുള്ളത്. അപ്പോൾ അന്നജം കുറക്കുക. ഇപ്പോൾ ചോറ്, ചപ്പാത്തി, പിന്നെ പൊറോട്ട, ഗോതമ്പിൻ്റെ ഐറ്റംസ്, അതുപോലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ കാർബ് വളരെ കൂടുതലുള്ള. അപ്പോൾ അതൊക്കെ കുറക്കുക. അതൊക്കെ കുറച്ചിട്ട് ഇപ്പോൾ മിക്സായ സാധനങ്ങളുണ്ട്. ഇപ്പോൾ കടലകൾ, ചെറുപയർ, ഇങ്ങനത്തെ ഒരു കുറച്ച് പ്രോട്ടീനുണ്ട്, കാർബോഹൈഡ്രേറ്റും എല്ലാം ഉണ്ട്. അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കഴിക്കാം. പിന്നെ അതേപോലെ ഫിഷ്, മത്സ്യം, ഇറച്ചി, അതൊക്കെ ഓക്കെയാണ്. പിന്നെ വെജിറ്റബിൾസ്, ലീവ്സ്, ഇലകൾ, പച്ചിലകൾ, പല ഐറ്റംസും കഴിക്കേണ്ട. ഇലകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അതൊക്കെ കഴിക്കുന്ന ഒരു കൾച്ചർ വീട്ടിൽ കൊണ്ടുവരണം. അപ്പോൾ അത് അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു മെനു തയ്യാറാക്കുമ്പോൾ ഒരു വീട്ടിൽ ഇതിപ്പോൾ രോഗം ഇല്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വളരുന്ന കുട്ടികളിൽ ആരോഗ്യത്തോടുള്ള ജീവിതം ഉണ്ടാവണം, അവർക്ക് ഭാവിയിൽ ഒരു ആരോഗ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ എങ്ങനെയാണ് ഈ ഭക്ഷണത്തിൻ്റെ ഒരു സമീകൃതമായൊരു ആഹാരം എങ്ങനെയാണ് കുട്ടികൾക്കും നമുക്കും ലഭിക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഞാനിപ്പോൾ വിശദമായി പറയുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രോട്ടീൻ, ഫാറ്റ്, ഇതൊക്കെ അത്യാവശ്യം ഉണ്ടാവണം. കാർബ് കുറയ്ക്കുകയും ചെയ്യാം. ഉദാഹരണത്തിന് നമ്മൾ സുബീസ്കരിച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ മുമ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ കോഴിമുട്ടയും അതുപോലെ പിന്നെ നീന്ത്രപ്പഴം കഴിച്ചാൽ നീന്ത്രപ്പഴത്തിന് കുറച്ച് കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിലും അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള, അതായത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിന് കുറച്ച് കൂടുതൽ ഗുണമുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കാം. കോഴിമുട്ട 2 കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോട്ടീനും ഫാറ്റുമായി. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അവിടെയും കടലയും ചെറുപയറും കൊണ്ടുവന്നാൽ കുറച്ചുകൂടി മിക്സായി. അവിടെ പത്തിരി ചപ്പാത്തിൻ്റെ എണ്ണം കുറക്കുക, കടലയും ചെറുപയറൊക്കെ കുറച്ച് കൂടുതൽ കഴിക്കുക. ഉച്ചയൊക്കെ വരുമ്പോൾ സമയത്ത് പിന്നെ ഉപ്പേരികൾ, സലാഡ്സ്, ഇങ്ങനത്തെ കുറിച്ച് കൂടുതൽ കഴിച്ചിട്ട് ചോറ് വേണമെന്നൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് വളരെ കുറഞ്ഞ അളവിൽ ചോറ് കഴിക്കുക. അതന്നെ ബ്രൗൺ റൈസ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ നെല്ലുത്തരി ആക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് അങ്ങനെ മാനേജ് ചെയ്യുക. അപ്പോൾ അരിൻ്റെ അളവ് കുറക്കുക, വെജിറ്റബിൾസ്, സാലഡ്സ് ഇതൊക്കെ കഴിക്കുക. കുറച്ച് ഫിഷും മീറ്റൊക്കെ വേണമെങ്കിൽ കഴിക്കാം. രാത്രി കുറച്ച് നേരത്തെ അൽ-അഷ ഖബലൽ ഇഷ, ഇഷാന് മുമ്പ് കഴിക്കാം. അതാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അപ്പം നേരത്തെ കഴിക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ ഏതെങ്കിലും ജ്യൂസോ കുറച്ച് എന്തെങ്കിലും ഫിഷോ അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡ്സോ അങ്ങനെ ഒരു സിമ്പിളായിട്ട് സംഭവം കഴിച്ചുകൊണ്ട് കഴിക്കുക. ഇതൊക്കെ ആദ്യഘട്ടത്തിൽ കുറച്ച് പ്രയാസമുണ്ടാകും, പക്ഷെ അത് ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ: ഒന്ന്, ഭക്ഷണത്തിൻ്റെ അളവ് കുറക്കുക. രണ്ടാമത്തേത്, ഭക്ഷണത്തിൽ ന്യൂട്രിയൻസിൻ്റെ അളവ് ക്രമം കൊണ്ടുവരിക. അന്നജം മാത്രം കൂടുതലാവുന്ന അവസ്ഥ ഒഴിവാക്കുക. മൂന്നാമത്, ഭക്ഷണത്തിൻ്റെ സമയം പറഞ്ഞതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ലോണം കഴിക്കുക. അതുപോലെ ഉച്ചക്ക് ഭക്ഷണം കറക്റ്റ് സമയത്തിന് കഴിക്കുക. രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക. ഇശാന് മുമ്പ് തന്നെ കഴിക്കാൻ പറ്റിയാൽ നമുക്ക് 10 മണിയാകുന്ന സമയത്ത് ഒക്കെ ദഹിച്ച് നമുക്ക് വളരെ നന്നായി ഉറക്ക് കിട്ടും. സുബഹിന് മുമ്പ് നമുക്ക് എണീക്കാനും സാധിക്കും. ഇതാണ് ഭക്ഷണത്തെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത് പറയാനുള്ളത് വ്യായാമമാണ്. വ്യായാമം കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. വ്യായാമം നമ്മളെല്ലാവരും ചെയ്യുന്നത് കുറവാണ്. പണ്ട് കാലത്ത് നമ്മൾ ശരീരം അനങ്ങിയതുപോലെ, പഴയ തലമുറ നടന്നതുപോലെ, ഇളകിയതുപോലെ, വർക്ക് ചെയ്തതുപോലെ നമ്മൾ ചെയ്യുന്നില്ല. പിന്നെ അതിന് പരിഹാരമൊന്നുമില്ല, ചെയ്യാമെന്ന് മാത്രം തന്നെ. അതിന് വേറെ സൊല്യൂഷൻസ് ഒന്നുമില്ല. അപ്പോൾ വ്യായാമത്തിന് പകരം വ്യായാമം മാത്രം. അപ്പോൾ രാവിലെയൊക്കെയുള്ള
ഗ്രൂപ്പ് വ്യായാമം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ സംഘടനകളൊക്കെ നമ്മൾ പലതും ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ തുടങ്ങാൻ പറ്റും. പിന്നെ നഗരങ്ങളിലൊക്കെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഫാമിലികളൊക്കെ ഇപ്പോൾ നടത്തും. ഓട്ടൊക്കെ രാവിലെ 4:30-5 മണിയാകുമ്പോൾ തന്നെ തുടങ്ങും. ഒച്ചപ്പാടും ബഹളമൊക്കെ നല്ലോണം ആൾക്കാർ നടക്കാനും ഓടാനൊക്കെ തുടങ്ങി. നമ്മളെ ഗ്രാമത്തിലൊക്കെയാണ് കുറവ്. സുബഹിസ്കരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സുബഹിസ്കാരം കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഒരുമിച്ച് കൂടി കുറച്ച് സ്ട്രെച്ചിങ്ങുകൾ, അപ്പം ജോയിൻറ്റ് റൊട്ടേഷനും മസിൽ സ്ട്രെച്ചിങ്ങും കുറച്ച് ഇരുന്നും കടന്നിട്ടുള്ള കുറച്ച് ഹെവി എക്സസൈസുകളും ബ്രീത്തിങ്ങും ആയാൽ എല്ലാമായി. അങ്ങനെ ഒരു 20 മിനിറ്റ്സ് മിനിമം ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. രാവിലെ ചെയ്യാൻ വിട്ടുപോയാൽ വൈകുന്നേരം ചെയ്യാം. വ്യായാമം ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. തീരെ അറിയാത്തവരാണെങ്കിൽ ആരെങ്കിലും ചോദിച്ച് പഠിക്കുക. ഒരുവിധം നമ്മൾ ഇപ്പോൾ നമ്മുടെ കളരിൻ്റെ ആമുഖത്തിൽ അല്ലെങ്കിൽ കരാട്ടൻ്റെ ആമുഖത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോൾ ക്രിക്കറ്റൊക്കെ കളിക്കുന്നതിൻ്റെ വാമപ്പ് പോലെയൊക്കെ ചെയ്യുന്നത് അതൊക്കെ ആ ഒരു എക്സസൈസ് മതി. അത്ര തന്നെ നല്ലതാണ്. പുഷപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. കൈക്കൊക്കെ ഉറപ്പുണ്ടാവാനും ഒരേ സമയത്ത് നമ്മുടെ മസിൽസിനും പവർഫുൾ ആകാനും ഉപകാരപ്പെടും. സർക്കുലേഷൻ കൂട്ടാനും ഹാർട്ടിൻ്റെ ഒക്കെ പവർ കൂട്ടാനൊക്കെ നല്ലതാണ്. ഇങ്ങനെയുള്ള എക്സസൈസുകൾ. നീന്തൽ പഠിക്കുകയും അത് നല്ലോണം എക്സ്പീരിയൻസ് അത് പിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വെള്ളക്കെട്ടിലൊക്കെ പോയിട്ട് ശ്രദ്ധിച്ച് നീന്തി പഠിക്കുക. നീന്തൽ എക്സസൈസ് ആക്കി മാറ്റുക സൗകര്യമുള്ള ആൾക്കാരൊക്കെ. പിന്നെ ഓട്ടവും ചാട്ടമൊക്കെ നല്ലതാണ്. നടത്തം വളരെ നല്ലതാണ്. രാവിലെ സമയമുണ്ടെങ്കിൽ ഇപ്പോൾ ഔറാദുകളൊക്കെ ചെല്ലുന്ന ആൾക്കാർ നടന്ന് ഓതിയാൽ അതൊക്കെ അങ്ങനെ ശരീരത്തിൻ്റെ ഹർക്കത്ത് കൂട്ടുമ്പോൾ ഹറാറത്ത് കൂടുമ്പോൾ ബോഡിയിൽ നീരൊന്നും വരില്ല. നല്ല രോഗം പ്രതിരോധശേഷി വർദ്ധിക്കും. അതാണ് വ്യായാമത്തെക്കുറിച്ച് പറയാനുള്ളത്. മൂന്നാമത്തെ കാര്യം മൈൻഡാണ്. ഈ മൂന്നാമത്തെ മൈൻഡ് എന്ന് പറഞ്ഞത് ഹെൽത്തി മൈൻഡ്, നല്ല ആരോഗ്യമുള്ള മനസ്സുണ്ടാവുക. ആരോഗ്യമുള്ള മനസ്സിന് എന്ന് പറയുമ്പോൾ അതിപ്പം ഈ കാലഘട്ടത്തിൽ പല ചർച്ചകളും ഒരുപാട് ക്ലാസ്സുകളും സെഷൻസൊക്കെ വരാറുണ്ട്. നല്ല ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയുള്ള മനസ്സുണ്ടായിരിക്കുക. അതുപോലെ പുറത്തു കൊടുക്കുന്ന ഫോർഗീവ്നെസ് ഉണ്ടായിരിക്കുക. വെറുപ്പും പകയൊന്നും ഇല്ലാത്ത യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിന ളന്നി ഇന്ന ബഅദ ളന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യഗ്തബ് ബഅദുകും ബഅദാ. പരസ്പരം വെറുക്കുന്ന, ആരെയെങ്കിലും നിസ്സാരമായി കാണിക്കുന്ന അങ്ങനെയുള്ള ചിന്തകൾ, പിന്നെ അല്ലെങ്കിൽ ഒരാളെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ മനസ്സിൻ്റെ ആരോഗ്യം വർദ്ധിക്കും. അപ്പോൾ ആരോടും വെറുപ്പുണ്ടാവരുത്, ആരെയും വെറുപ്പിക്കരുത്. അതേപോലെ നല്ല നന്ദി ഉണ്ടായിരിക്കുക. നന്ദികൾ ചെയ്യാതിരിക്കുക. ഒരാൾ നമ്മളോട് ചെയ്ത് നന്ദി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി പോലും ഉണ്ട്. എല്ലാത്തിനും നന്ദി കൊടുത്തുകൊണ്ടിരിക്കുക. ഉറങ്ങുന്ന തലയാണ് നന്ദി പറയാം. എന്നാൽ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചവരാണ്. എല്ലാത്തിനും അൽഹംദുലില്ലാ ചെയ്യുന്നത് അൽഹംദുലില്ലാ തെറാപ്പി എന്നും പറയുവാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി. അപ്പോൾ നന്ദി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ത് സഹായം ചെയ്താലും നന്ദി പറയാം. എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ട് അവരോട് നന്ദികേട് കാണിക്കാതിരിക്കുക. അങ്ങനെ നല്ല നല്ല മനസ്സിൻ്റെ ഉടമയായിരിക്കും. ഇതൊക്കെ ഹെൽത്തി മൈൻഡിൻ്റെ അടയാളങ്ങളാണ്. അതേപോലെ ഈ ഭാരമായിട്ട് പരസ്പരമുള്ള പ്രയാസങ്ങൾ മറ്റൊക്കെ മനസ്സിലെങ്കിൽ ഭാരമായി നടക്കുമ്പോൾ അത് രോഗമായിട്ട് മാറുന്നത്. അതൊരു പാർട്ട്ണറായിട്ടുള്ള തെറ്റിയാൽ പോലും അതൊരു മനസ്സിനൊരു ഭാരമാണ്. മനസ്സിനൊരു ഹാർട്ട് ബീറ്റ് കൂടാനും രോഗങ്ങളിലേക്ക് എത്തിക്കാനൊക്കെ മതി. അപ്പോൾ എന്ത് ചെറിയ പ്രയാസങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ രോഗത്തിലേക്ക് നമ്മൾ എത്തിക്കും. അതുകൊണ്ട് ഹെൽത്തി മൈൻഡായിരിക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം നല്ല ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാം. വെൽനെസ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയാം. ആ വെൽനെസ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരേണ്ട കാര്യങ്ങൾ: ഒന്ന്, നേരത്തെ ഉറങ്ങുക. രണ്ടാമത്തേത്, നേരത്തെ എഴുന്നേൽക്കുക. മൂന്നാമത്തേത്, രാവിലെയുള്ള സമയം വളരെ നല്ല രൂപത്തിൽ ചിലവഴിക്കുക. ഈ 3 കാര്യങ്ങൾ ലൈഫ് സ്റ്റൈലിൽ അത്ഭുതകരമായ വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. അപ്പോൾ സാധാരണ അതിൽ നമ്മൾ എത്ര ഒരുങ്ങിയാലും 10 മണിക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞാലും 12 മണിയൊക്കെ ആവും. അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 1, 2, 3, 4, 5 മണിക്ക് എണീക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു 5 മണിക്കൂറേ ഉറങ്ങാണ്ടാവുള്ളൂ. അപ്പോൾ ഒരു സുബഹിന് മുമ്പ് എണീക്കുക എന്നൊരു ഒരു പ്രാക്ടിക്കലാവില്ല, പ്രായോഗികമായിട്ട്. സുബഹിക്ക് ഒപ്പിച്ചെണീക്കും, പക്ഷെ ഒരു എണീക്കുമ്പോൾ തന്നെ ഭക്ഷണം കഴിച്ചതിലും വൈകി ഉറങ്ങിയതിലൊക്കെ ഉള്ളൊരു തലക്കൊരു കനുണ്ടാവും. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ട് ഓതാനോ നിസ്കരിക്കാനോ കഴിയില്ല. പിന്നെ വീണ്ടും കിടക്കും. അങ്ങനെ പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ
നമ്മൾ നിർബന്ധമായിട്ടും ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക. അപ്പോൾ നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ എഴുന്നേൽക്കുമ്പോൾ 4:30 മുതലുള്ള സമയം, സുബഹിന് മുമ്പുള്ള തഹജ്ജുദ് മുതൽ, തഹജ്ജുദിൻ്റെ ദുആ മുതൽ, അത് മെഡിറ്റേഷനാണ്. നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ആഖിറത്തിലും ഒക്കെ ആവശ്യമുള്ള റബ്ബനാ ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറതി ഹസന, രണ്ട് ലോകത്തേക്കും നമുക്ക് പ്ലാനുകൾ സെറ്റ് ചെയ്യാനും ഹസനത്തുണ്ടാവാനൊക്കെ ചോദിക്കാനും വിഷ്വലൈസ് ചെയ്യാനൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ അത് മെഡിറ്റേഷൻ്റെ പാർട്ട് ഒന്ന് മോഡേൺ രൂപത്തിൽ പറയാം. നമ്മൾ ദുആ ആയിട്ട് പറയുന്നത് അത് തന്നെയാണത്. അപ്പോൾ തഹജ്ജുദ്, ദുആ, അത് കഴിഞ്ഞ് ഖുർആനോത്ത്, പിന്നെ സുബഹി നിസ്കാരം, പിന്നെ കുറച്ചുകൂടി ഓതുക, പിന്നെ നല്ലൊരു ബുക്കൊക്കെ വായിക്കുക, പിന്നെ ഒന്ന് പുറത്തിറങ്ങി എക്സസൈസ് ചെയ്യുക, അത് നടത്തുണ്ടാവുക. നടത്തത്തിൻ്റെ കൂടെ പിന്നെ കുറച്ച് നല്ല ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആദ്യം മോർണിംഗ് തന്നെ ഫോൺ ഒഴിവാക്കുക. രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ വാട്സപ്പും ഫേസ്ബുക്കും പത്രങ്ങളൊക്കെ നോക്കുന്നത്. പത്രങ്ങൾ നോക്കിയാലൊക്കെ ഇനി ഏത് ന്യൂസും സോഷ്യൽ മീഡിയ തുറന്നാലൊക്കെ നമുക്ക് മുമ്പിൽ ആദ്യമായിട്ട് എത്തുക നെഗറ്റീവായിട്ടുള്ള വാർത്തകളും പ്രയാസങ്ങളും യുദ്ധങ്ങളും കലാപങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, പീഡനങ്ങളും. അപ്പോൾ അതൊക്കെ വായിക്കുമ്പോഴേക്കും നമ്മുടെ അന്നത്തെ ദിവസം തന്നെ എന്തായി, ഒരു എനർജിക്ക് പോയി. അപ്പോൾ ആ വൈബ് നഷ്ടപ്പെടരുത്. രാവിലെ തന്നെ നല്ല രൂപത്തിൽ എഴുന്നേറ്റ് ഇത് വായനന്ന് സംസ്കരിച്ച് ഓതി നല്ലൊരു ബുക്ക് വായിച്ചു, നല്ല ഹെൽത്തി എക്സസൈസ് ചെയ്ത്, പിന്നെ നല്ലൊരു നടത്തൊക്കെ, അങ്ങനെ ഒരു എനർജിയുള്ള ഒരു ഒരു ഹൈ എനർജിയിൽ നമ്മൾ പുറത്തെടുക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും സന്തോഷം കൊടുക്കാനും നമുക്ക് ആ ഒരു പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും പ്രയാസങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അത് മറികടന്ന് മുന്നോട്ട് പോകാനൊക്കെ ഉള്ളൊരു മനസ്സുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒന്നാമത്തേത് ഭക്ഷണത്തിലെ ക്രമക്കേട്, അതാണ് രോഗത്തിന് കാരണം. പരിഹാരം ഭക്ഷണത്തിന് ക്രമം കൊണ്ടുവരിക എന്നുള്ളത്. എങ്ങനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും വലിയ ചാപ്റ്റർ ഭക്ഷണം തന്നെയാണ്. അത് മറ്റൊരിക്കൽ ദീർഘമായി നമുക്ക് സംസാരിക്കാം. രണ്ടാമത്തേത് വ്യായാമമാണ്. വ്യായാമമില്ലായ്മയാണ് രോഗത്തിന് കാരണം. വ്യായാമം കൊണ്ടുവരിക എന്നുള്ളതാണ് പരിഹാരം. അതിനെങ്ങനെ വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് പ്രവാസികൾക്ക് ബെഡ് സ്പേസിൽ ചെയ്യാം, ഉസ്താദുമാർക്ക് പള്ളിയിൽ നിന്ന് ചെയ്യാം, ലേഡീസിന് ബെഡ്റൂമിൽ ചെയ്യാം, അല്ലാത്തവർക്ക് സൗകര്യം പോലെ ചെയ്യാം. അപ്പോൾ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ, പരിഹാരം. മൂന്നാമത്തത് മൈൻഡ് സ്ട്രെസ്സും പ്രശ്നങ്ങളും ടെൻഷനും വിഷാദവും ഡിപ്രഷനും ഇതൊക്കെയാണ് രോഗത്തിന് കാരണം. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ രോഗം കൂടും, ഷുഗർ വരും. അപ്പോൾ അതിന് സൊല്യൂഷൻ ഇതൊക്കെ ഇല്ലാത്ത നല്ല മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ള. അപ്പോൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗീവ്നെസ്സും നന്ദിയും ഒക്കെയുള്ള നല്ല നല്ല സന്തോഷമുള്ള മനസ്സായിരിക്കുക. അങ്ങനത്തെ മനസ്സാകുമ്പോൾ രോഗം വരില്ല. അപ്പോൾ പ്രശ്നം വരുന്നത് മനസ്സിൻ്റെ ആരോഗ്യം തെറ്റുമ്പോഴാണ്. അതിന് സൊല്യൂഷൻ മനസ്സിന് ആരോഗ്യം ഉണ്ടായിരിക്കുക, നല്ല ഹെൽത്തി മൈൻഡ് ആവുക എന്നുള്ളതാണ്. ആരോടും വിദ്വേഷമില്ലാത്ത നല്ല മനസ്സായിരിക്കുക. നാലാമത്തെ കാര്യം, തെറ്റിയ ലൈഫ് സ്റ്റൈലാണ് രോഗത്തിലേക്ക് നമുക്ക് നയിക്കുന്നത്. അപ്പോൾ കാരണം അതിന് സൊല്യൂഷൻ നല്ല ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് പറഞ്ഞത് നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, രാവിലെയുള്ള സമയം നല്ല ഹെൽത്തി ആയിട്ട് ചിലവഴിക്കുക. അപ്പോൾ ഞാനിവിടെ വിഷയം കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ കാര്യങ്ങൾ വളരെ കൂടുതലായിട്ട് നിങ്ങൾ, ഇതിനൊരു ബേസിക് കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതേക്കുറിച്ച് നിങ്ങൾ ഓരോരുത്തർക്കും ഇൻട്രസ്റ്റോട് കൂടി അതിനെക്കുറിച്ച് പഠിക്കുകയും വായിക്കുകയും, നിങ്ങൾ ആവശ്യമില്ലാത്ത വീഡിയോ കാണുമ്പോൾ ഇതിൽ ഓരോ ടോപ്പിക് എടുത്തിട്ട് ഹെൽത്തി ഫുഡ് എങ്ങനെ പഠിക്കാമെന്നുള്ളത് അങ്ങനെ ഓരോന്ന് എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കുറച്ചെങ്കിലും നമ്മളത് കൊണ്ടുവരും. എഡ്യൂക്കേഷൻ വരുമ്പോഴാണ്, എഡ്യൂക്കേറ്റഡ് ആകുമ്പോഴാണ് നമ്മൾ അത് ഫോളോ ചെയ്യാനുള്ള മനസ്സുണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല പഠിക്കുക, ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വിഷയത്തിലൊക്കെ ഒരുപാട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫുഡിൽ തന്നെ ഗോതമ്പ് നേരത്തെ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഗോതമ്പ് തീരെ പറ്റില്ല എന്നൊരു രൂപത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ പിന്നെ അപ്ഡേഷൻസ് ഈ വിഷയത്തിലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും സമയം കണ്ടെത്തുക. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചോദിക്കപ്പെടുന്നല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഒരു ജീവിതം നമ്മൾ കൊണ്ടുവരിക. ഇൻഷാ അല്ലാഹ് നല്ല ആരോഗ്യത്തോടുള്ള നല്ല ഒരു സമൂഹമായി മാറാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കണ്ട്, നമ്മുടെ നല്ല ജീവിത ചിട്ടകൾ കണ്ട് നമ്മുടെ കുട്ടികളും പുതിയ തലമുറയും കണ്ടു വളർന്ന് അവർക്കും നല്ലൊരു ആരോഗ്യമുള്ള തലമുറയായി മാറാൻ സാധിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവരോടും ദുആക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.